ഇന്ന് ഇഡലിയും സാമ്പാറും പിന്നെ ചമ്മന്തി കേട്ടോ. ചമ്മന്തി തീർന്നു. ചമ്മന്തിക്ക് ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മമ്മി ഉണ്ടാക്കിയതാണ്. ഉള്ളിയും ഉണക്കമുളകും ഇത് മിക്സിയിൽ കുറേ അങ്ങോട്ട് എടുത്തിട്ട് അടിച്ച് ആദ്യം മാറ്റി വെച്ച് വന്നിട്ട് പിന്നെ തേങ്ങയും അരച്ച് ചേർത്ത് ഉണ്ടാക്കിയതാട്ടോ. ഞാനിത് മമ്മി സാധാരണ ഉണ്ടാക്കണ മുളക് പൊടി വെച്ചാണ്. ഇത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഉണക്കമുളക് മുഴുവനോടുകൂടി വറുത്തിട്ട് അങ്ങോട്ട് ചെയ്തേക്കാണ്, അരച്ചേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിത് എന്താ പറയുക, വായിൽ കപ്പലോടും അങ്ങനെ അമ്മാതിരി നല്ല ടേസ്റ്റില്ല. നല്ല എൻ്റെ മമ്മി ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏതോ ഹോട്ടലിലൊക്കെ കണ്ടിട്ടാണെന്ന് പറഞ്ഞത്. അവർ പറഞ്ഞു തന്ന റെസിപ്പി വെച്ചുണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാട്ടോ. എനിക്കിങ്ങനെ ചമ്മന്തിയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ സാമ്പാറിൻ്റെ ആളാണ്. എനിക്ക് സാമ്പാറും ഉണ്ടെങ്കിൽ ഞാൻ ഇഡലിയൊക്കെ കഴിക്കും. അങ്ങനെയാണ്. അപ്പം എനിക്ക് ചമ്മന്തി അങ്ങനെ ഞാൻ ഉണ്ടാക്കാറൊന്നുമില്ല. സാമ്പാർ ഓക്കെ. അപ്പം ഇത് നമുക്ക് പരീക്ഷ നോക്കാമെന്നുള്ളൂ കേട്ടോ. ചുവന്നുള്ളി ധാരാളം വേണം. പിന്നെ നമ്മൾ കടുക് കളിക്കില്ലേ സാധാരണ, അതുപോലെ ഉണക്കമുളകും വേണം. എന്നിട്ട് നമുക്ക് അരച്ച് കഴിഞ്ഞാൽ നല്ല നല്ല കട്ടി ചമ്മന്തി കേട്ടോ. എന്തായാലും നല്ല സൂപ്പർ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇന്ന് ഇലക്ഷനായിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇലക്ഷൻ്റെ ഇന്ന് റിസൾട്ട് വന്ന ദിവസമായിരുന്നല്ലോ. അതേ ഇതാണ്ട മമ്മി ഇവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ ദേ കാലത്ത് മുതൽ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇലക്ഷൻ വിശേഷങ്ങളുമായിട്ട്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും എന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും, ജയിച്ചവർക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.